നമസ്കാരം. ഇന്നലെ മിഥുനക്കൂറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതായത് മിഥുനക്കൂറുകാർ സ്മരിക്കേണ്ട ഗണപതി ഭാവമാണ് പറഞ്ഞത്. ഇന്ന് പറയാൻ പോകുന്നത് കർക്കിടകം രാശിക്കാർ സ്മരിക്കേണ്ട ഗണപതി ഭാവമാണ്. അതായത് പുണർദം അവസാനത്തെ 3-4 പാദങ്ങൾ, പൂയം, ആയില്യം എന്നിവ അടങ്ങുന്ന കർക്കിടക രാശിക്കാർ പ്രാർത്ഥിക്കേണ്ട ഗണപതി ഭാവത്തെ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നു. അതിന് മുമ്പ് കർക്കിടക രാശിക്കാരുടെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനായ രാശിയാണ്. അപ്പോൾ ഇവർക്ക് നല്ല ബുദ്ധി ഉണ്ടാവും, നല്ല ധൈര്യം ഉണ്ടാവും. ഇതിനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. ബുദ്ധി, ധൈര്യം, നല്ല അറിവുള്ളവരായിരിക്കാം. ഇവരുടെ ബുദ്ധിയും ധൈര്യം തന്നെ ഇവർക്ക് ഉയർച്ചയ്ക്ക് പലപ്പോഴും കാരണമാവാൻ. പക്ഷേ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവക്കാരായിരിക്കും മിക്കവരും. എല്ലാവരും അല്ലെങ്കിൽ പോലും മിക്കവരും പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവക്കാരാവാനാണ് ചാൻസ്. അപ്പോൾ ഇവർ പ്രാർത്ഥിക്കേണ്ട ഒരു ഗണപതി ഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹേരംബ ഗണപതിയാണ്. അപ്പോൾ ഹേരംബ ഗണപതി പ്രാർത്ഥന ഇവർക്ക് ഗുണം ചെയ്യും. പെട്ടെന്ന് ദേഷ്യം വരുന്നവരുടെ മനസ്സിനെ നിയന്ത്രിക്കാനും അതേപോലെ എന്താ പറയുക, ഇവരുടെ വൈഷമ്യങ്ങളിൽ നിന്നൊരു മുക്തി കിട്ടുവാനും ഇവർക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സാധിക്കാനും ഒക്കെ ഹേരംബ ഗണപതി പ്രാർത്ഥന വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ ഹേരംബ ഗണപതി പ്രാർത്ഥനയൊക്കെ കിട്ടും. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ പിന്നെ ഗണപതി പ്രധാനമുള്ള ക്ഷേത്രങ്ങളിൽ ഇതുകൊണ്ട് അർച്ചനയൊക്കെ നടത്താം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുക. ഹേരംബ ഗണപതി പ്രാർത്ഥന നിങ്ങളെപ്പോഴും ഒരു നിഷ്ഠയായിട്ട് കൊണ്ടുപോവുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗുണം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പല പല കാര്യങ്ങളായിട്ട് ഇനിയും പല പല പ്ലാനിങ്ങായിട്ട് എനിക്ക് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഇങ്ങനെ പറയുവാനാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെയും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ താങ്ക്സ്.